തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അതിഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ്. 6 പേരെ കൊലപ്പെടുത്തിയെന്ന് 23 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ 18-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കായിക താരങ്ങളടക്കം ഉത്തേജനത്തിനായി താമരശ്ശേരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. അടിവാരം സ്വദേശി സുബൈദയെയാണ് മകൻ ആഷിഖ് കൊലപ്പെടുത്തിയത്. സർക്കാർ സംവിധാനങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, നന്മയെ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലെ യുവതി യുവാക്കൾ, ഈ 4 വിഭാഗം ആളുകളും ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് 3 വലിയ വെല്ലുവിളികളാണ്. 1 ആത്മഹത്യ, 2 കൊലപാതകം, 3 ലഹരികളുടെ ഉപയോഗം. ഇത് 3നെയും ചെറുക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിഭാഗം ആളുകൾ ഒരുമിച്ച് നിന്നേ മതിയാകൂ. നമ്മെക്കൊണ്ട് എങ്ങനെയൊക്കെ അതിനെതിരെ പോരാടാൻ കഴിയുമോ സോഷ്യൽ മീഡിയകളിലൂടെ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ ഈ 3 വിപത്തുകൾക്കെതിരെയും നമ്മൾ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ സമീപ ഭാവിയിൽ കേരളം നേരിടാൻ പോകുന്നത് ഈ 3 വെല്ലുവിളികളായിരിക്കും. ഈ സാമൂഹികമായ വിപത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുക.